ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഈ മുറിച്ച് വെച്ചത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നത് കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോവുമെന്ന്. അല്ല കേട്ടോ, കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് നമ്മൾ പപ്പായ ഉണ്ടല്ലോ, പപ്പായ വെച്ചിട്ടൊരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. തൈറോയിഡ് ഉള്ളവർക്കൊന്നും കേബേജ് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ അതേ ഇതിൽ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പപ്പായ വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം പപ്പായ പൊട്ടിക്കണം. കുറേ ദിവസമായില്ലേ ഞാൻ പറമ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഓമക്കായ പൊട്ടിക്കാമെന്ന്. അപ്പോൾ അത് ചെറിയൊരു മരമാണ് കേട്ടോ, ചെറിയ മക്കൾക്ക് പോയിട്ട് പോലും പൊട്ടിക്കുക. അപ്പോൾ അതിൻ്റെ മീതെ കുറേ കായകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാകുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞ് വീഴും. അപ്പോൾ ഇതുമെന്ന് തന്നെ പൊട്ടിച്ച് 2 പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 ഒന്നും ആവശ്യമില്ല, നമുക്ക് 1.5 മതി. അപ്പോൾ എന്നാലും 2 പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഓമക്കായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വീട്ടിലുണ്ടായ മുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്തതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മധുരം എല്ലാം കൂടി ആകുമ്പോൾ നല്ല രസമുണ്ടാവും. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് നമ്മുടെ ഡ്രീമിയുടെ അമ്മയാണ് കേട്ടോ. അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നിങ്ങളെയും കൂടിയും കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇന്നിത് ഉപ്പേരി വെക്കാൻ വേണ്ടി നിന്നത്. നമുക്ക് ഉപ്പേരി തന്നെ വരുള്ളൂ അല്ലേ. നമുക്ക് തൃശ്ശൂർക്കാർക്ക് എന്തായാലും ഒക്കെ ഉപ്പേരിയാണല്ലേ. അപ്പം ഞങ്ങൾക്കിത് ഓമക്കായാണ് കേട്ടോ. ഇതിന് ഒരേ നാട്ടിലേക്ക് ഓരോ പേരാണല്ലേ, പല പേരുകളിൽ ഇത് അറിയപ്പെടൂലേ. അപ്പം ഞങ്ങളവിടെ ഓമക്കായ എന്നാണ് പറയുക. അപ്പോൾ അത് ഞാൻ 2 പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പേര് പറയാന്നുള്ളതൊന്ന് കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഓരോ നാട്ടിലേക്ക് എന്താ പറയാന്നുള്ളത്. അപ്പോൾ ഈ ഓമക്കായ കൊണ്ടുപോയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ കുരു കളയണം. അപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു മധുരമൊക്കെ ഉള്ള കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഉപ്പേരി വെച്ച ഇഷ്ടമാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ പച്ച തന്നെ വെച്ചോളൂ. ഈ പപ്പായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ചെറിയ മക്കൾക്ക് വിരയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൊടുക്കാനും പിന്നെ വലിയവർക്കും നല്ലതാണല്ലോ. ഇവിടെ എൻ്റെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതിൽ നിന്നൊരു പാല് പോലെ വരില്ല നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു പശ പോലെ, അത് പപ്പടത്തിലാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ വറുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുട്ട് കൊടുക്കുകയൊക്കെ ചെയ്യത്ര ചെറുപ്പത്തിൽ വിരശല്യത്തിന് വേണ്ടിയിട്ട്, അത് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഓമക്കായൊക്കെ കിട്ടുകയാണെങ്കിലൊക്കെ ഉപ്പേരി വെച്ചിട്ട് നന്നായി കഴിച്ചോളൂ കേട്ടോ. ഇതൊന്നും കഴിച്ചാൽ കുഴപ്പമുള്ളതൊന്നല്ലല്ലോ. അപ്പോൾ ഈ ഓമക്കായ നമ്മൾ കേബേജൊക്കെ മുറിക്കണ പോലെ ഇങ്ങനെ ചിരവി എടുക്കണം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതാ നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറെ നമുക്ക് ഉള്ളിമുളകും കൂത്തിയിട്ട് ഉപ്പേരി വെക്കാനും പറ്റും. അതേപോലെ നമ്മുടെ ഉണക്കപ്പയറുണ്ടല്ലോ അതിട്ടിട്ട് എലിശ്ശേരി പോലെ വെക്കാനും അല്ലെങ്കിൽ ഉള്ളിമുളക് കൂത്തി വെക്കാനും പലതായിട്ടും വെക്കാമല്ലോ. ചിലവർ ഇത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കും. അപ്പോൾ ഒരു ഓമത്തൈ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താ കറി വെക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത വരില്ലല്ലോ. ഓമ അതേപോലെ നമ്മുടെ മുരിങ്ങയുടെ തൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കറി വെക്കാനൊന്നുമില്ലെങ്കിലും പൊട്ടിച്ചിട്ട് വെക്കാമല്ലോ. അതുപോലെ തന്നെ വിഷടിക്കാത്ത ഇലക്കറി കഴിക്കാമല്ലോ. അപ്പോൾ ഒരു മുരിങ്ങയുടെ കൊമ്പോ അല്ലെങ്കിൽ ഒരു പപ്പായയുടെ തൈയൊക്കെ വീട്ടിൽ കുഴിച്ചിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുഴിച്ചിട്ട് നോക്കി നോക്ക്. അപ്പോൾ അതുമ്പോൾ ഒരു ഇല വരുമ്പോഴോ ഒരു പൂ വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഇതാ ആ ഓമക്കായൊക്കെ ഇതവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുക്കളുണ്ട്. നമ്മൾ എത്ര കഴുകിയാലും വൃത്തിയാക്കിയാലും അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കുരുക്കളുണ്ടാവും. അപ്പോൾ ഒരു 4-5 കുരു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ചിട്ട് ഇത്ര കണ്ടിട്ട് കാര്യമില്ല കേട്ടോ, നമ്മൾ വേവിച്ചാൽ ഒന്നും കൂടി ചുരുങ്ങിപ്പോവും. അപ്പോൾ കുറച്ചധികം വേണ്ടവർ കുറച്ചധികം തന്നെ മുറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഇതിപ്പോൾ മഞ്ഞ കളറും വെള്ള കളറായ കാരണം ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇനി തോരനല്ലേ, തോരൻ എന്തായാലും തേങ്ങ വേണമല്ലോ. അപ്പോൾ നാളികേരം ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ചിരവി എടുക്കുമ്പോൾ ഇതേപോലെ അങ്ങനെ ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് അത് അടർത്തിയെടുത്തും. ചില സമയത്ത് മടിയാണ് ചിരവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളികേരം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഏത് മുളകായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വീട്ടിൽ പൊട്ടിക്കാനുള്ളത് അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ കരിഞ്ഞിട്ടു എന്നുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അങ്ങാടി മുളക് ഉണ്ടല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. വെളുത്തുള്ളി നമുക്ക് വേറെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനിയിപ്പോൾ വെളുത്തുള്ളി അരിയാൻ മടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ തേങ്ങ അരക്കണയിൽ കൂടെ ചതച്ചെടുക്കുമല്ലോ, അതിൽ കൂടെ ഇത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അവിടെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. കേബേജ് ഉപ്പേരിയുടെ അതെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഒരു 1-2 അല്ലി വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഉപ്പേരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നാളികേരമൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായി അരിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് കേബേജിലേക്ക് ചെയ്യണ പോലെ തന്നെയാണ്. പപ്പായ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കുക, ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം കടുക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി 3-4 അല്ലിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലായി അതിൻ്റെ ഒരു കുത്ത് വരും. അപ്പോൾ അതാ ഒന്ന് ആ വെളുത്തുള്ളി ഒന്ന് മൂക്കണ വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് വേഗമായി വരും. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണില്ല, അത് മഞ്ഞയും വെള്ളയും കൂടി കലർന്നതാണല്ലോ. പിന്നെ മഞ്ഞളും കൂടി ഇട്ട് കൊടുത്താൽ ആകെ മഞ്ഞ കളറാവും. അത് കാരണമാണ് മഞ്ഞൾ ഇട്ട് കൊടുക്കാഞ്ഞത്.
അപ്പോൾ ഇനി ആ പപ്പായയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വെച്ചത്, സിമ്മിലാക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ അത് അടി പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും. അപ്പോൾ അതിലിതാ നമ്മൾ മുറിക്കുമ്പോൾ പെട്ടൊരു കഷ്ണമാണ്. അപ്പോൾ അതും കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറേ നേരം ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട കേട്ടോ. അടച്ച് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം കണ്ട് ഊർന്ന് വരും. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആവും. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വേവണ വരെ അടച്ച് വെച്ചാൽ മതി. പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇനി അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി. മുന്നേ ഉപ്പിട്ട് കൊടുത്താൽ ആ വെള്ളം കൂടി എല്ലാം കൂടി ആകുമ്പോഴേ നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയില്ല. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നോക്കി വെക്കാം. നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ, വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീട്ടിൽ പപ്പായൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഉമ്മക്കായ ഉപ്പേരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒന്നും കൂടി അടച്ച് വെക്കാം, ഒന്നും കൂടി വേവാനുണ്ട്. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ച് ഒന്ന് ആവിയൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് വേവട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നാളികേരം ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തോര അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നാളികേരത്തിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ട് അരച്ചിട്ടില്ല കേട്ടോ. എനിക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി എന്താ ഇഷ്ടമുള്ളതൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുക. ഞാൻ വെറുതെ അതൊന്ന് ചതച്ചെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, കേബേജ് ഉപ്പേരി എല്ലാം ആരും അറിയില്ലല്ലോ. അതേപോലെ തന്നെ നമുക്ക് പപ്പായ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പപ്പായ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കമൻറ്റിൽ കൂടെ പറയാം. അതേപോലെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാൻ വായിക്കാറുണ്ട്, അതിന് റിപ്ലൈയും തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.